Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, Earth Speaks by Rachel Glass, FIUGP VSc Semester 4 Humanities and Other BA programs under Calicut University. Earth Speaks by Rachel Glass is a powerful poem written as if the earth itself is speaking directly to humans. Earth Speaks എന്ന് പറയുന്നത് ഭൂമി മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. ഒരു മോണലോഗ് രൂപത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് മനുഷ്യരുടെ കൈകടത്തൽ മൂലം നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കുന്ന നാശങ്ങൾ അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു അവയർനെസ് നൽകുകയാണ് ഭൂമി ഇതിലൂടെ ചെയ്യുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം. Earth Speaks by Rachel Glass. This is not a disaster movie. No second takes or Jake Gyllenhaal to save you. Are you scared it? ഇതൊരു ദുരന്ത സിനിമ പോലെയൊന്നുമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. നോ സെക്കൻഡ് ടേക്സ്, ഇതിന് രണ്ടാമതൊരു ടേക്ക് എടുക്കാൻ കഴിയില്ല. അതുപോലെ ജേക്ക് ഗിലൻഹാൾ പോലെയുള്ള സിനിമയിലെ ഹീറോസ് വന്ന് നിങ്ങളെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല. ആർ യു സ്കെയർഡ് ഇറ്റ്? ഇപ്പം നിങ്ങൾക്ക് പേടിയുണ്ടോ? This is real. The suffering, the struggle, the survival, like exhaust fumes, the truth is hard to swallow. Are you scared it? ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, നമ്മുടെ അതിജീവനം, ഇതാണ് യാഥാർത്ഥ്യം. അതുപോലെ പുകക്കുഴയിലെ പുക പോലെ ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് നമുക്ക് സാലോ മീൻസ് വിഴുങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആർ യു സ്കേർഡ് ഇറ്റ്? ഇപ്പം നിങ്ങൾക്ക് പേടിയുണ്ടോ? Here is a Facebook live stream of all the failed crops, the floods and the famines. You can pause or rewind this apocalypse. Are you scared it? ഇതാ ഫേസ്ബുക്ക് ലിവ് സ്ട്രീം. വിളനാശങ്ങളുടെയും വെള്ളപ്പൊക്കങ്ങളുടെയും ക്ഷാമങ്ങളുടെയും ഒക്കെ ഫേസ്ബുക്ക് ലിവ് സ്ട്രീം ഇതാ. ഈ അന്ത്യനാൾ നിങ്ങൾക്ക് നിർത്തുവാനോ പിന്നോട്ടെടുക്കുവാനോ കഴിയില്ല. ആർ യു സ്കേർഡ് ഇറ്റ്? നിങ്ങൾക്ക് പേടിയായോ? Here is the proof, the evidence, the statistics rising like my temperature, like the sea levels, like litter on the highway. Are you scared it? Here is the proof. ഇതാ നിങ്ങൾക്ക് തെളിവ്. എവിഡൻസ്, the statistics, കണക്കുകൾ. റൈസിങ് ലൈക്ക് മൈ ടെമ്പറേച്ചർ, എൻ്റെ താപനില പോലെ ഉയരുന്നു. ലൈക്ക് ദ സീ ലെവൽ, ലൈക്ക് ദ ലിറ്റർ ഓൺ ദ ഹൈവേ, കടൽ നിരപ്പുകൾ പോലെ, ഹൈവേയിലെ ചവറുകൾ പോലെ. ആർ യു സ്കേർഡ് ഇറ്റ്? നിങ്ങൾക്ക് ഇപ്പോൾ പേടിയായോ? ഐ ആം സഫോക്കേറ്റിംഗ് ഫ്രം യു ഫാൻറ്റസീസ് ആൻഡ് ഫെയറി ടെയിൽസ്. ഹിയർ ദ മെർമെയ്ഡ്സ് ഡ്രോണിങ് ഇൻ യുവർ ഓയിൽ സ്പിൽസ്. സി ദ യൂണിക്കോൺ ചോക്കിംഗ് ഓൺ യുവർ പ്ലാസ്റ്റിക് ആൻഡ് ഗ്രീഡ്. ആർ യു സ്കേർഡ് ഇറ്റ്? ഐ ആം സഫോക്കേറ്റിംഗ് ഫ്രം യുവർ ഫാൻറ്റസീസ് ആൻഡ് ഫെയറി ടെയിൽസ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലും കെട്ടുകഥകളിലും ഞാൻ ശ്വാസം മുട്ടുന്നു. ഹിയർ ദ മെർമെയ്ഡ്സ് ഡ്രോണിങ് ഇൻ യുവർ ഓയിൽ സ്പിൽസ്. നിങ്ങളുടെ എണ്ണച്ചോർച്ചയിൽ മുങ്ങുന്ന കന്യകളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സീ ദ യൂണിക്കോൺസ് ചോക്കിംഗ് ഓൺ യുവർ പ്ലാസ്റ്റിക് ആൻഡ് ഗ്രീഡ്. നിങ്ങളുടെ പ്ലാസ്റ്റിക്കിലും അത്യാഗ്രഹത്തിലും യൂണിക്കോണുകൾ ശ്വാസം മുട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആർ യു സ്കെയർഡ് ഇറ്റ്? നിങ്ങൾക്ക് പേടിയായോ? Are you scared it? Go on. Ignore me. Turn a blind eye. You are so very good at that change. നിങ്ങൾക്ക് പേടിയായോ? ചെയ്തോളൂ. എന്നെ അവഗണിച്ചോളൂ. കണ്ണടച്ചോളൂ. നിങ്ങളതിൽ വളരെ മിടുക്കരാണ്. പക്ഷെ മാറ്റം. Turn down the lights. Turn up the volume. Speak, shout, scream until you need my oxygen. Until I can hear you. Change. അതായത് വിളക്കുകൾ അണക്കുക, ശബ്ദം കൂട്ടുക, സംസാരിക്കുക, ആർത്തു വിളിക്കുക, അലറുക, നിങ്ങൾക്ക് ആവശ്യമാകുന്നത് വരെ ഇതൊക്കെ ചെയ്യുക. എൻ്റെ ഓക്സിജൻ, ഞാൻ നിങ്ങളെ കേൾക്കുന്നത് വരെ. ബ്രത്ത്, ലിസൺ. യെസ്റ്റർഡേ എക്സ്ക്ലൂസീവ്ലി തേർഡ് വേൾഡ് കൺട്രീസ്, ടുഡേ യുവർ നെക്സ്റ്റ് ഡോർ നെയ്ബർ. ചേഞ്ച്. അതായത് ഇന്നലെ വരെ അതൊരു മൂന്നാം ലോക രാജ്യങ്ങളിൽ മാത്രമേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങളുടെ നെയ്ബറിൽ, നിങ്ങളുടെ അടുത്ത് തന്നെ ഇത് പ്രതീക്ഷിക്കാം. ടേക്ക് ഓഫ് യുവർ ബൂട്ട്സ്, ലോസ് യുവർ കാർബൺ ഫുട് പ്രിൻറ്റ് ആൻഡ് വാക്ക്
ബാrefoot and just change. അതായത് മാറ്റം വരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മനുഷ്യൻ്റെ കൈകടത്തലുകൾ മൂലം ഭൂമിയിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതുമൂലം നമുക്ക് തന്നെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ നമുക്കൊരു അവയർനെസ് നൽകുകയാണ്. ടേക്ക് ഓഫ് യുവർ ബൂട്ട്സ്, ലോസ് യുവർ കാർബൺ ഫുട് പ്രിൻറ്റ് ആൻഡ് വാക്ക് ബാrefoot ആൻഡ് ജസ്റ്റ് ചേഞ്ച്. നിങ്ങളുടെ കാർബൺ കാൽപ്പാടുകൾ ഒഴിവാക്കുക, എന്നിട്ട് വെറും കാലിൽ നടക്കുക, എന്നിട്ട് വെറും കാലിൽ നടക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ജസ്റ്റ് ചേഞ്ച്, എന്നിട്ട് വെറുതെ മാറ്റങ്ങൾ വരുത്തുക. ഇതാണ് ഈ കവിത പറയുന്നത്. ദെൻ ഇതിൻ്റെ സമ്മറിയാണ്. ഇറ്റ് ഈസ് എ പവർഫുൾ എൻവയറമെൻ്റൽ പോം റിട്ടൺ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ദ എർത്ത് ഇറ്റ് സെൽഫ്. ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കവിതയാണ്. ഇതിൽ എർത്താണ് ഇതിൽ സംസാരിക്കുന്നത് ഹ്യൂമൻസിനോട്. റേച്ചൽ ക്ലാസ് ഗിവ്സ് ദ പ്ലാനറ്റ് എ വോയിസ്, സോ ഇറ്റ് ക്യാൻ ഡയറക്റ്റ്ലി അഡ്രസ് ഹ്യൂമൻസ് അബൌട്ട് ദ ഡാമേജ് ദേ ആർ കോസിങ്. അതായത് ഭൂമി മനുഷ്യരോട് സംസാരിക്കുകയാണ്. അതായത് മനുഷ്യൻ്റെ കൈകടത്തലുകൾ മൂലം അവരുടെ അത്യാഗ്രഹം, അവരുടെ പണത്തിന് വേണ്ടിയിട്ട്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടൊക്കെ ഭൂമിയെ നശിപ്പിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ അതുമൂലം ഒരുപാട് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കവിതയാണിത്. ദ പോം ഫീൽസ് സർജൻ ഇമോഷണൽ ആൻഡ് ഓൾമോസ്റ്റ് ലൈക്ക് എ വാർണിംഗ് ഫ്രം എ ലിവിങ് ബീങ് ദാറ്റ് ഈസ് ടയർഡ് ഓഫ് ബീങ് ഇഗ്നോർഡ്. അപ്പോൾ ഈ ഒരു കവിതയുടെ ടോൺ എന്ന് പറയുന്നത് വളരെ ഇമോഷണലാണ്, ഒരു അർജൻറ്റാണ്, ഒരു വാർണിംഗ് രൂപത്തിലാണ്. അതായത് മനുഷ്യർ ഒരുപാട് കൈകടത്തലുകൾ മൂലം ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വാർണിംഗ് എന്നുള്ള രൂപത്തിലാണ് ഈ കവിതയുടെ ടോൺ. ദ പോം ബിഗിൻസ് ബൈ സെയിങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് എ മൂവി ഓർ ഡ്രാമ ഓർ എ ഹീറോ സഡൻലി അപ്പിയേഴ്സ് ടു സേവ് എവരി വൺ. അപ്പോൾ ഈ കവിത തുടങ്ങുന്നത് തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്, കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് ഒരു സിനിമ പോലെയോ നാടകം പോലെയോ ഒന്നല്ല. സിനിമയിലും നാടകത്തിലൊക്കെ അതായത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹീറോ കടന്നു വരും. പക്ഷേ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, ഒരു കാലാവസ്ഥ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ, കാലാവസ്ഥയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ രക്ഷിക്കാൻ സിനിമയിലെ പോലെ ഹീറോ വരില്ല എന്ന് പറയുന്നുണ്ട്. There are no retakes, no special effects and no famous actors to rescue the world. അതായത് സിനിമയിലെ പോലെ നമുക്ക് റീടേക്കുകളില്ല യഥാർത്ഥ ജീവിതത്തിൽ. അവിടെ ഒരു സ്പെഷ്യൽ എഫക്റ്റോ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സോ നമ്മുടെ ലോകത്തെ രക്ഷിക്കാനൊരു ഹീറോയോ ഒന്നും കടന്നു വരില്ല. Instead, the disasters we see like floods, droughts, famine and rising temperatures are real, happening now and affecting millions. അതായത് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ, അതായത് വെള്ളപ്പൊക്കം, വരൾച്ച, അതുപോലെ താപനില ഉയരുന്നത്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മില്യൺസ് ഓഫ് പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എർത്ത് സേസ് ദ ട്രൂത്ത് ഈസ് ഹാർഡ് ടു സാളോ ജസ്റ്റ് ലൈക്ക് ദ പൊല്യൂട്ടഡ് എയർ വി ബ്രത്ത്. ഭൂമി പറയുകയാണ് നമ്മളോട്, അതായത് നമുക്ക് സത്യം അതേപടി വിഴുങ്ങാൻ നമുക്ക് കുറച്ച് മടിയുണ്ട്. ഏതുപോലെ നമ്മൾ മലിനമായിട്ടുള്ള വായു ശ്വസിക്കുന്നത് പോലെ. Earth then compares the modern world to a live stream. We see failed crops, flooded village and starving people online in real time. Earth പിന്നീട് കമ്പാരിസൺ നടത്തുന്നുണ്ട്, ഫേസ്ബുക്ക് ലൈവ് സ്ട്രീമുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതായത് നമുക്കിന്ന് ഫെയിൽഡ് ക്രോപ്സ്, വിളവ നശിച്ചതും, വെള്ളപ്പൊക്കം വന്നിട്ടുള്ള വില്ലേജുകളും, പട്ടിണി കിടക്കുന്ന ആളുകളൊക്കെ നമുക്കിന്ന് ഫേസ്ബുക്കിൽ ലൈവായിട്ടൊക്കെ കാണാൻ കഴിയും. ദീസ് ആർ നോട്ട് ഓൾഡ് ഓർ ഫിക്ഷണൽ സീൻസ്. ഇത് പഴയതൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു കെട്ടിച്ചമച്ച കഥയുമല്ല, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ദേ ആർ ലിവ് എവിഡൻസ് ഓഫ് എ ക്ലൈമറ്റ് ക്രൈസിസ് ദാറ്റ് ഹ്യൂമൻസ് cannot pause or rewind. ഇതൊക്കെ തെളിവോട് കൂടിയിട്ടുള്ള പ്രകൃതിയിൽ വന്നിട്ടുള്ള, കാലാവസ്ഥയിൽ വന്നിട്ടുള്ള പ്രതിസന്ധികളാണ്. ഇത് മനുഷ്യർക്ക് നിർത്താനോ ഒന്നും കഴിയില്ല, സ്റ്റോപ്പ് ചെയ്യാനൊന്നും കഴിയില്ല, അതുപോലെ വീണ്ടെടുക്കാനും കഴിയില്ല. ദ മെസ്സേജ് ഈസ് ദാറ്റ് വി cannot escape from the consequences of our actions. ഈ ഒരു കവിതയുടെ മെസ്സേജ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല നമ്മളുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന്. അതായത് നമ്മൾ പ്രകൃതിനെ ചൂഷണം ചെയ്യുന്നതിലൂടെയാണ് ഇങ്ങനെയുള്ള പ്രത്യാഘാതങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല. The poem presents many strong and disturbing images to show the extent of environmental damage. അപ്പോൾ പരിസ്ഥിതിയിൽ വന്നിട്ടുള്ള ഈ ഒരു മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള മാറ്റങ്ങളെ കാണിക്കാൻ, സിംബലൈസ് ചെയ്യാൻ, റെപ്രസെൻ്റ് ചെയ്യാൻ ഒരുപാട് ഡിസ്റ്റർബിങ് ഇമാജസ്, സ്ട്രൈക്കിംഗ് ഇമാജസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കവിതയിൽ.
Glass writes about mermaids drowning in oil spills, unicorns choking on plastic, and ocean filled with toxic waste. ആ ഇമേജസ് ആണ് മെർമൈഡ്സ് മത്സ്യകന്യകകൾ ഓയിലിൽ കിടന്ന് മുങ്ങുന്നത്, അതുപോലെ യൂണിക്കോൺ പ്ലാസ്റ്റിക് ചവക്കുന്നത്, അതുപോലെ കടലിൽ മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉള്ളത് ഒക്കെയാണ് ഇതിൽ ഇമാജിനറി ആയിട്ട് വന്നിട്ടുള്ളത്. ദീസ് ഇമാജിനറി ഇമേജസ് മേക്സ് ദ റീഡർ റിയലൈസ് ഹൗ സീരിയസ് ദ പൊല്യൂഷൻ ഈസ്. അപ്പോൾ ഈ ഒരു സാങ്കല്പികമായിട്ടുള്ള ഇമേജസിലൂടെ വായനക്കാരന് മനസ്സിലാക്കാൻ കഴിയും പൊല്യൂഷൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന്, എത്രത്തോളം മനുഷ്യൻ്റെ കൈക്കടത്തലുകൾ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. എർത്ത് സൈസ് ഇറ്റ് ഈസ് സഫോക്കേറ്റിംഗ് ബിക്കോസ് ഓഫ് ഹ്യൂമൻ ഫാൻറ്റസീസ്, ഗ്രീഡ് ആൻഡ് കെയർലെസ്നെസ്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ കെയർലെസ്നെസ് കാരണം, ഹ്യൂമൻ ഗ്രീഡ് അത്യാർത്തി കാരണം മനുഷ്യനൊരു ഫാൻറ്റസി വേൾഡിലാണ്. Throughout the poem, one line keeps repeating, "Are you scared at?" This repetition forces reader to think about their own response. അപ്പോൾ ഈ പോയത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ലൈനാണ് "ആർ യു സ്കെയർഡ് അറ്റ്?" ഇപ്പം നിങ്ങൾക്ക് പേടിയുണ്ടോ? അതായത് ഈ ഒരു പ്രത്യാഘാതങ്ങളുടെ ആ ഒരു തീവ്രത പറയുന്ന ആ ഒരു ഓരോ ലൈനിന് ശേഷവും ഇപ്പം നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇഫ് ദ ഡിസാസ്റ്റേഴ്സ് അറൗണ്ട് us do not frighten us, then we are not paying attention. നമുക്ക് ചുറ്റുള്ള ഈ ദുരന്തങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടിയില്ല എങ്കിൽ നമ്മൾ അതിനൊന്നും മതിയായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. Earth suggests that the fear may be necessary to push humanity into action. അപ്പോൾ ഭൂമി പറയുന്നുണ്ട് ഈ ഒരു പേടി അത് നമുക്ക് മനുഷ്യരെ പ്രവൃത്തി അതിനൊരു ആക്ഷൻ എടുക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഈ ഒരു പ്രത്യാഘാതങ്ങൾ കേട്ട് കഴിഞ്ഞാലുള്ള ആ ഒരു ഭയം അത് നമ്മളിൽ മാറ്റം വരുത്താൻ കാരണമാകും. The poem also highlights that climate change is no longer a distant problem faced only by third world countries. അതുപോലെ ഈ കവിത ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച്, ഈ ഒരു കാലാവസ്ഥയിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ നമുക്ക് ഒരുപാട് ദൂരെയല്ല, തേർഡ് വേൾഡ് കൺട്രീസിൽ മാത്രം കണ്ടിരുന്ന ഒന്ന് ഇന്നത് നോ ഡിസാസ്റ്റേഴ്സ് ആർ ഹാപ്പനിങ് ഇൻ വെൽത്തി നാഷൻസ് ടു. അതായത് ഇന്നത് നമ്മളുടെ അടുത്താണ്. അതായത് സമ്പന്ന രാജ്യങ്ങളിൽ പോലും ഈ ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്നുണ്ട്. ദ പ്ലാനറ്റ് സേസ് ദാറ്റ് ടുഡേ ഈവൻ യുവർ നെക്സ്റ്റ് ഡോർ നെയ്ബർ മൈറ്റ് ബി എഫക്റ്റഡ്. ഇന്ന് നമ്മളുടെ അടുത്താണ് ഈ ഒരു ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്നത്. ദിസ് ഷോസ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഡസ് നോട്ട് ഡിസ്ക്രിമിനേറ്റ്, ഇറ്റ് എഫക്ട്സ് എവരി വൺ. അപ്പോൾ ഇത് കാണിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. അത് ഒരു പ്രത്യേക ആളുകൾക്ക് മാത്രമുള്ളതല്ല. Towards the end, Earth gives a strong call for change. It asks humans to reduce their carbon footprint, walk gently on the planet, and rethink their habits. ഇതിൻ്റെ ഈ ഒരു കവിതയുടെ അവസാനത്തിൽ നമ്മുടെ ഭൂമി മനുഷ്യരോട് പറയുന്നത് നമുക്ക് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതായത് നമ്മുടെ കാർബൺ ഫുട് പ്രിൻറ്റ്സ് റെഡ്യൂസ് ചെയ്യുക, വളരെ മൃദുവായ തരത്തിൽ നമ്മൾ മുന്നോട്ട് നടന്നു പോവുക, അതുപോലെ നമ്മുടെ ഹാബിറ്റ്സിലൊക്കെ ചേഞ്ചസ് വരുത്തുക. ഇതിലൂടെ നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. ടേണിംഗ് ഡൗൺ ലൈറ്റ്സ്, സ്പീക്കിംഗ് അപ്പ്, റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് ലിവിങ് മോർ റെസ്പോൺസിബിളി ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ലൈറ്റ്സ് സ്വിച്ച് ഓഫ് ചെയ്യുക, അതുപോലെ ഉയർന്ന് സംസാരിക്കുക, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, കുറച്ചും കൂടെ ഉത്തരവാദിത്തോടു കൂടി ജീവിക്കുക. ഇതിലൂടെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. ദ പോം എൻഡ്സ് വിത്ത് എ സിമ്പിൾ ബട്ട് പവർഫുൾ ഇൻസ്ട്രക്ഷൻ ആൻഡ് ജസ്റ്റ് ചേഞ്ച്. അപ്പോൾ ഈ കവിത അവസാനിപ്പിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള പക്ഷേ പവർഫുള്ളായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനിലൂടെയാണ്, ആൻഡ് ജസ്റ്റ് ചേഞ്ച്, മാറ്റങ്ങൾ വരുത്തുക. ഓവറോൾ എർത്ത് സ്പീസീസ് എ ഡയറക്റ്റ് ഇമോഷണൽ ആൻഡ് urgent appeal. It reminds us that the earth is suffering and if we do not act now, the consequence will only grow worse. അപ്പോൾ ഈ ഒരു കവിത നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഭൂമി ഇപ്പോൾ വലിയൊരു വിഷമഘട്ടത്തിലാണ്. നമ്മൾ ഭൂമിയെ ഒരുപാട് പ്രത്യാഘാതങ്ങളിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. നമ്മളത് അതിനൊരു അറ്റൻഷൻ കൊടുക്കാതെ, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാതെ, നമ്മളിൽ മാറ്റം വരുത്താതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവസ്ഥ ഇതിലും ശോചനീയമാകും എന്നുള്ളൊരു റിമൈൻഡർ നമുക്ക് നൽകിക്കൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്.